Hello friends, welcome to 𝙑𝙗𝙗 സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇന്ന് ഒരു ജിയോ മാർട്ട് ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയായിരിക്കും. ജിയോ മാർട്ട് നമ്മൾ നോർമലി നമുക്ക് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് പോലെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ്. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഞാൻ ആക്ച്വലി ജിയോ മാർട്ട് അത്യാവശ്യം ഉപയോഗിക്കുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ നമുക്ക് അതിലൊരു മെയിൻ പ്രോസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഐറ്റംസ് വേണമെങ്കിൽ ഓർഡർ ചെയ്യാൻ പറ്റും വിത്തൗട്ട് ഡെലിവറി ചാർജ്. അതൊരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾ ജിയോ മാർട്ടിൽ നിന്ന് ഇലക്ട്രോണിക്സ് ഐറ്റംസ് വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ വാങ്ങിക്കരുതിട്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാനൊരു ആക്ച്വലി ഒരു OnePlusൻ്റെ ഒരു ഐറ്റം വാങ്ങിച്ചിട്ട് ആക്ച്വലി അവർക്ക് ഇവിടെ പ്രൊഡക്റ്റിന് റിട്ടേൺ ഉണ്ട്. എനിക്ക് ആക്ച്വലി വന്ന പ്രൊഡക്റ്റിന് ഒരു ഡാമേജ് ഉണ്ട്. ഡാമേജ് അല്ല, ഒരു അതിൻ്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. നമുക്കൊരു ഇയർഫോൺ ആയിരുന്നു, വയർലെസ് ഇയർഫോൺ ആയിരുന്നു. അതിന് പക്ഷേ ആക്ച്വലി ഒരു ഇയർബഡിൻ്റെ ഒരു ഡിസ്റ്റോർഷൻ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചു, അവരോട് ചോദിച്ചു. നമ്മൾ ആക്ച്വലി അവരുടെ വെബ്സൈറ്റിൽ തന്നെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട് നമുക്ക് 7 days റിട്ടേൺ ഉണ്ട്. പക്ഷേ ഞാൻ അവരോട് റീപ്ലേസ്മെൻ്റ് ആണ് ചോദിച്ചത്. പക്ഷേ റീപ്ലേസ്മെൻറ്റ് ഇല്ല, നമുക്ക് റിട്ടേൺ ഉണ്ടെന്ന് പറഞ്ഞവർ. അപ്പോൾ സാധനം നമ്മൾ റിട്ടേൺ ചെയ്തു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൽ പോയിട്ട് എങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ സംഭവം മെയിൽ റിപ്ലൈ തന്നു. അപ്പോൾ നമ്മൾ ആക്ച്വലി അടുത്ത ദിവസം തന്നെ നമ്മൾ ആപ്പിൽ പോയിട്ട് അവരുടെ ആപ്പ് കുറച്ച് കൺഫ്യൂസിങ് ആണ്. എന്ന് വെച്ചാൽ ബീറ്റ വെർഷൻ ആപ്പാണത്. അപ്പോൾ അതിൽ ശരിക്കും കറക്റ്റ് അപ്ഡേറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അത് വേറൊരു മൈനസാണ്. പിന്നെ ഞാൻ ആക്ച്വലി പോയിട്ട് ലാസ്റ്റ് അത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ റിട്ടേൺ കൊടുത്തു. പക്ഷേ അടുത്ത ദിവസം നമ്മുടെ ഒരു ഡെലിവറിയുടെ കൊറിയർ ഉണ്ടല്ലോ, ഡെലിവറി കൊറിയറിൻ്റെ പിക്കപ്പാണ് വന്നത്. ആക്ച്വലി അടുത്ത ദിവസം തന്നെ അവർ പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോയി. പക്ഷേ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടും ഒരു അനക്കവും കാണാനില്ല, ഒരു ഇമെയിലും കാണാനില്ല, ഒരു മെസ്സേജും കാണാനില്ല. അത് പിക്കപ്പിൻ്റെ മെസ്സേജെങ്കിലും വരണ്ടേ, അതൊന്നും വരുന്നില്ല. അപ്പോൾ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു, മെയിൽ വഴി കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ അന്വേഷിക്കട്ടെ, സംഭവം നോക്കട്ടെ എന്ന്. ഞാൻ കുറച്ച് അത്യാവശ്യം 2-3 മെയിൽ അടുപ്പിച്ച് അയച്ചപ്പോൾ നമ്മൾ അടുത്ത ദിവസം അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, നമ്മൾ അന്വേഷിക്കുന്നുണ്ട്, എന്താ പറയുക, ഒരു 7 days ആയിക്കഴിഞ്ഞാൽ നമ്മുടെ റീഫണ്ട് കറക്റ്റായിട്ട് വന്നോളും, പ്രോബ്ലം ഒന്നുമില്ല. 7 days കഴിഞ്ഞ് നമ്മളെ കോൺടാക്ട് ചെയ്താൽ കഴിഞ്ഞിട്ട് അവർ പിന്നെയും പോയി. പിന്നെ ഞാൻ ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോൾ, ഒരു 6 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ ഒന്നുകൂടി അയച്ചു. ഇപ്പോഴും ഞാൻ ആക്ച്വലി ചോദിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഒരു റിട്ടേൺ പിക്ഡ് അപ്പ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് എങ്കിലും അവർ തരണ്ടേ. അതല്ലൊരു സാധാരണ ഒരു എല്ലാ കമ്പനിക്കാരും ചെയ്യുന്ന പരിപാടി. ഇതേപോലെ തന്നെ ഞാൻ ഒരു പെട്ട സംഭവമാണ് ടാറ്റ ക്ലിക്കിൻ്റെ ആപ്പ് എടുത്തിട്ട് റിട്ടേൺ പണി കിട്ടിയിട്ട്. അത് ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അത് കുറേ പേർക്ക് ഒരു എക്സ്പീരിയൻസ്, നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോ അത്യാവശ്യം നല്ലോണം ഓടിയതാണ്. അതുപോലെ എപ്പോഴും നമ്മൾ വ്യൂസ് കിട്ടുന്നതാണ്. കുറേ പേർക്ക് ഇതേപോലെ സെയിം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതേപോലത്തെ സംഭവമാണ് ഇപ്പം എനിക്ക് പണി കിട്ടിയത്. ഇതുവരെയായിട്ട് അതിന് മറ്റേ പിന്നെ എനിക്ക് അത്യാവശ്യം സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ റിട്ടേണെങ്കിലും വന്നു, എന്ന് വെച്ചാൽ റീഫണ്ടെങ്കിലും വന്നു. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 9 to 10 days ആയി, ഇപ്പോഴും ഒരു വിവരവും ഇല്ല. അവർക്ക് അവരന്വേഷിക്കട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. സംഭവം റീഫണ്ട് വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. നമ്മുടെ ഒരു 2000 രൂപയുടെ പ്രൊഡക്റ്റ് ആയിരുന്നു. പക്ഷേ ഇത് എന്താ പറയുക, ഒരു ശരിക്കും ഒരു ഇതിൻ്റെ പിന്നിൽ ഞാൻ ആക്ച്വലി ഇതിൻ്റെ പിന്നിലാണ് തുടങ്ങിയിട്ട് നമ്മൾ ഓർഡർ ചെയ്ത് റിട്ടേൺ ചെയ്ത് 27-ാം തീയതി 26-ാം തീയതി നമ്മൾ റിട്ടേൺ കൊടുത്താണ്. ഞാൻ എന്തായാലും അതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. എൻ്റെ ലെവലിൽ എല്ലാത്തിൻ്റെയും ഇമെയിലിൻ്റെ കോപ്പിയും നമ്മുടെ എന്താ പറയുക കോൾ വിളിച്ചതിൻ്റെ റെക്കോർഡിങ്സ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഞാനത് ആക്ച്വലി തീരെ എക്സ്പെക്ട് ചെയ്തില്ല. എന്താ വെച്ചാൽ ജിയോ മാർട്ട് ഇത്രയ്ക്കൊരു വലിയൊരു സംഭവമായിട്ട് ഇവർ ഇത്രയ്ക്കും ഒരു ട്രാക്കിംഗ് ഇല്ലാത്തൊരു, അതുപോലെ തന്നെ കസ്റ്റമർക്കാരും വൻ ബോറ്. അവർ സ്ഥിരം പറയുന്ന ഡയലോഗാണ്, അതായത് ഓട്ടോ റെക്കോർഡ് വെച്ച് പറയുന്ന പോലെയാണ് ഇവർ പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഇമെയിൽ തന്നെ വരുന്നുണ്ട്, ഞാൻ കാണിച്ചത്. ഞങ്ങൾ അന്വേഷിക്കട്ടെ, നമ്മൾ ഓൾറെഡി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയെന്നൊക്കെയാണ് പറയുന്നത്. എന്തൊട്ടത് വല്ല CBIൻ്റെ സംഭവമാണോ ഇങ്ങനെ അന്വേഷിക്കാമെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാവത്ത്. ആക്ച്വലി ഞാൻ എൻ്റെ ഡെലിവറിയുടെ പിക്കപ്പിൻ്റെ സമയത്ത് അവരെ റെസിപ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ, ഒന്നാമത് എനിക്ക് ഡെലിവറി കൊറിയറും വിശ്വാസമില്ല. എന്ന് വെച്ചാൽ അവരെയും തല്ലിപ്പൊളി സർവീസാണ്. അപ്പോൾ അത് ഡെലിവറിയുടെ ഞാൻ ഇവർക്ക് മെസ്സേജ് അയച്ചു നോക്കണം, എന്താ സംഭവം, ഇവർ അയച്ചിട്ടില്ലേ, എന്താ സംഭവം എന്നറിയില്ല. ഡെലിവറിയുടെ റിട്ടേൺ റിസിപ്റ്റ് ആയിരുന്നു. ഞാൻ ഇതൊന്ന് ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം, അല്ലെങ്കിൽ ഞാൻ എന്തായാലും അടുത്ത് കാണിച്ചിരുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു റിസിപ്റ്റ് ഞാൻ അവരേന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതും വെച്ചിട്ടൊക്കെ ഞാൻ അവരൊക്കെ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും അവർക്കൊരു വിവരമില്ല, സംഭവമില്ല. ഞാൻ എന്തായാലും നിങ്ങൾ ജിയോ മാർട്ടെന്നോ അല്ലെങ്കിൽ റിലയൻസ് ഡിജിറ്റലെന്നോ പ്രൊഡക്റ്റ് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാൻ കേട്ടോ. സാധനം കിട്ടും, പക്ഷേ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ട് റിട്ടേൺ ചെയ്താലോ റീപ്ലേസ്മെൻറ്റ് ചോദിച്ചാലാണ് പണി കിട്ടുക. എന്ന് വെച്ചാൽ അവർക്ക് ഒന്നാമത് ഇവരൊക്കെ ഒരു പ്രോബ്ലം വരുന്നത്, ടാറ്റ ക്ലിക്കിൻ്റെ ഇവരൊക്കെ പ്രോബ്ലം വെച്ചാൽ ഇവർക്ക് അവരുടെ ഓണായിട്ടുള്ളൊരു കൊറിയർ സർവീസ് ഇല്ല. അതാണ് മെയിൻ പ്രോബ്ലം വരുന്നത്. അവർ പോരാത്തതിന് അവർ കൊടുക്കുന്നതോ അതുപോലെ ഇങ്ങനത്തെ ചീപ്പായിട്ടുള്ള ഡെലിവറി അങ്ങനത്തെ കുറേ സംഭവങ്ങൾക്കൊക്കെയാണ് കൊടുക്കുന്നത്. ചീപ്പായിട്ടുള്ള കൊറിയർ സർവീസുകൾക്കാണ് കൊടുക്കുന്നത്. അതാണ് മെയിൻ പ്രോബ്ലം വരുന്നത്. ഇപ്പോൾ അത്യാവശ്യം നല്ല സാധനം ബ്ലൂഡോട്ട് അങ്ങനത്തെ ഫെഡക്സ് ഒക്കെയാണെങ്കിൽ പിന്നെയും പ്രോബ്ലം ഇല്ല. അവരുടെ കുറച്ചും കൂടി റെപ്യൂട്ടഡ് സാധനമാണ്, ഇൻ്റർനാഷണൽ ബ്രാൻഡൊക്കെയാണ്. അപ്പോൾ അവർക്ക് അത്രയ്ക്ക് ബാഡ് നെയിം വരാനുള്ളത്, അവർക്ക് അത്രയ്ക്ക് ഒരു അത്യാവശ്യം ഒരു ഇതുണ്ടായിരിക്കും. ഇത് പക്ഷേ വൺ ബാഡ് എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ഈ പറഞ്ഞ കൊറിയർ സർവീസിൻ്റെ ബാഡ് എക്സ്പീരിയൻസ് എനിക്ക് കുറവായിട്ട് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഒരു ക്രെഡിറ്റ് കാർഡ് വരെ വന്നിട്ട് തിരിച്ചയച്ച ആൾക്കാരാണ്, ആളിൽ വന്നിട്ട് അതും തിരിഞ്ഞു നോക്കാണ്ട്, ഒരു ഫോൺ പോലും ചെയ്യാണ്ട് തിരിച്ചയച്ച ആൾക്കാരാണ്. അപ്പോൾ ഇവരെ കുറിച്ച് ഞാൻ പറയുന്നില്ല, ഇവർ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പണ്ട് തൊട്ട് ഇതുപോലെ തന്നെയാണ്.
ഇതുപോലെ തന്നെ ഇവർ വരുന്ന ഇതിൻ്റെ മുമ്പ് ആമസോൺ ത്രൂ ഇവർ അയച്ചിട്ട് തന്നെ ഒരു പ്രൊഡക്റ്റ് ഡാമേജ് ആയിട്ട് ഞാൻ ഓൾറെഡി ഒരു APCയുടെ എന്താ പറയുക സ്റ്റെബിലൈസർ APCയുടെ UPS നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കൊറിയർ സർവീസിൻ്റെ പ്രോബ്ലം ആയിരുന്നു അവർ. ഞാൻ അപ്പോൾ പക്ഷേ ആമസോൺ അത് റിട്ടേൺ എടുത്തു, കുഴപ്പമില്ല. പക്ഷേ ഇവർ എന്ത് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ ഇത്ര ഒരു വേസ്റ്റ് പത്തറ്റിക് സർവീസ് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇവരെന്ന്. ഞാൻ അറ്റ് ലാസ്റ്റ് ഇവരൊക്കെ മെയിൽ ചെയ്തിട്ടാണ്, നമ്മൾ എന്തായാലും ഇത് ഷെയർ ചെയ്യാൻ പോകുന്നവർ മെയിൽ ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാനത് ഇടുന്നത്. ഓൾമോസ്റ്റ് ഒരു 10-11 ദിവസമായി ഇപ്പോഴും ഒരു അറ്റ്ലീസ്റ്റ് ഒരു റീഫണ്ട് ഇനീഷ്യേറ്റ് ഇടുന്നോ സാധനം പിക്ഡപ്പ് ആയെന്ന പോലെ ഒരു മെസ്സേജ് അയച്ചാൽ കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. ഇത് എടുത്തോണ്ടായിട്ട് ഒരു വിവരമില്ല എന്ന് പറഞ്ഞാൽ എന്ത് സംഭവമാണ്? അത് ഇത്ര വലിയൊരു ബ്രാൻഡായിട്ട് പോലും, ബ്രാൻഡ് ജിയോമാർട്ട് എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാർ വാങ്ങിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഞാൻ ആക്ച്വലി അവരുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സ്ഥിരം വാങ്ങിക്കുന്ന ഒരാളാണ്. എന്നിട്ട് പോലെ അവരുടെ ഇതാണ് അവരുടെ എക്സ്പീരിയൻസ്. നമുക്ക് ഈ സ്ഥിരമായിട്ട് ക്യാഷ് ബാക്കും ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു എന്താ വെച്ചാൽ ഒരു കൺസ്യൂമറാണ്. എന്നിട്ട് അവർ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് പോരാ തന്നെ അവരുടെ കസ്റ്റമർ കെയർ വൻ ബോറാണ്. ഇടയ്ക്കിടയ്ക്ക് ചില ലോക്കൽസ് ഏതോ ഇംഗ്ലീഷ് കോൾ സെൻറ്റർ എന്നൊക്കെയാണ്, ഇംഗ്ലീഷല്ല ഹിന്ദി കോൾ സെൻറ്റർ എന്നൊക്കെയാണ് വിളിച്ച് പറയുന്നത്. അവർക്ക് നമ്മുടെ കോള് കേട്ട് തന്നെ അറിയാൻ അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ആൾക്കാരാണ്, ഒരു സാധനം അറിയാത്ത ആൾക്കാരാണ്. ആദ്യത്തെ 2-3 വട്ടം മാത്രം അത്യാവശ്യം എനിക്ക് നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു കസ്റ്റമർ എക്സിക്യൂട്ടീവാണ് വിളിച്ചതെന്നുണ്ട്, ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. പക്ഷേ എല്ലാവരെയും ഡയലോഗ് തന്നെയാണ് കേട്ടോ. നമ്മൾ അന്വേഷിക്കുന്നുണ്ട്, 7 ദിവസം ആവട്ടെ, 7 ദിവസം കഴിയട്ടെ, 7 ദിവസമായി കറക്റ്റ് വരും എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. ഒന്നുകൂടെ അന്വേഷിക്കട്ടെ എന്നാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഇന്നലെ അയച്ച മെയിലിന് ഇപ്പോൾ ഇന്ന് മെയിൽ റിപ്ലൈ വന്നിട്ടുണ്ട്. സംഭവം അന്വേഷിച്ചുകൊണ്ടിരിക്കുക കുറച്ചും കൂടി ടൈം വേണം. ഇത് തന്നെയാണ് ഞാൻ ആദ്യം തൊട്ടും കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു ലിമിറ്റില്ല എല്ലാത്തിനും. ശരിക്കും ഞാൻ ആരും ചെയ്യരുതിട്ടാ, എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് പ്രോഡക്ട്സ് ആ ഏരിയയിലേക്ക് പോകരുത്. നിങ്ങൾ നമ്മുടെ ആമസോണോ ഫ്ലിപ്കാർട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കാനൊക്കെ ചെയ്താൽ മതി. സാധനം പ്രൊഡക്റ്റ് കിട്ടും. നമുക്ക് പ്രൊഡക്റ്റ് കിട്ടിയത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ അതിൻ്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിരുന്നു. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ TV അങ്ങനത്തെ സാധനം ഓർഡർ ചെയ്തിട്ട് കാരണവശാൽ വന്നിട്ട് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉള്ള സാധനമാണെങ്കിൽ റിട്ടേൺ ചെയ്യാനാണ് പെടുക. റിട്ടേൺ ചെയ്ത് കൊണ്ടുപോകും, പക്ഷേ പിന്നെ രക്ഷയില്ല, പിന്നെ ഒരു വിവരം ഉണ്ടാവില്ല. അതാണ് പ്രോബ്ലം. അതിപ്പോൾ നല്ല റേറ്റുള്ള പ്രൊഡക്റ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾ പെടും. അതിപ്പോൾ എൻ്റെ തന്നെ ഇപ്പോൾ 1999 പ്രൊഡക്റ്റാണ്. എന്നാലും നമ്മുടെ 1000 രൂപയിലും 1 രൂപയിലും നമ്മുടെ സാധനമാണ്, നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാക്കിയ കാശാണ്. അത് അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ എന്തായാലും ഇപ്പോൾ നോക്കട്ടെ, അല്ലെങ്കിൽ നമ്മൾ എന്തായാലും കൺസ്യൂമർ കോർട്ടിൽ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോകുകയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സാധനം പിക്കപ്പ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇത് പിക്കപ്പ് ചെയ്ത് കൊണ്ടായിട്ട് ഒരു വിവരമില്ല എന്ന് പറഞ്ഞാൽ വൻ ബോറ് പരിപാടിയാണ്. ഞാൻ എന്തായാലും നമ്മുടെ മൊബൈലിലേക്ക് ഞാൻ കാണിച്ചു തരാം, എൻ്റെ ഇമെയിലും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് മൊബൈലിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മൊബൈലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഫസ്റ്റ് പിക്കപ്പ് മെസ്സേജ് വന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് എനിക്ക് 26-ാം തീയതിയാണ് പിക്കപ്പ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത്. ജിയോൻ്റെ സൈഡിലായിട്ട് ഡെലിവറി കൊറിയർ വെച്ചിട്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ എൻ്റെ മെസ്സേജ് ഇപ്പോൾ കാണിച്ചു തരാം. സെർച്ചിങ് ദാ. അപ്പോൾ ഇങ്ങനൊരു മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, യുവർ ജിയോമാർട്ട് എക്സ്പ്രസ് പാക്കേജ് നമ്പർ പിക്ഡ് അപ്പ് ടുഡേ ബൈ ദ ഏജൻറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇത് ചെറുതായിട്ടൊന്ന് ബ്ലർ ചെയ്യാം, എന്താ വെച്ചാൽ ഒരു പേഴ്സണൽ സംഭവമാണല്ലോ. അപ്പോൾ ഞാൻ ആ നമ്പേഴ്സൊക്കെ ഒന്ന് ബ്ലർ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ നമുക്ക് നമ്മുടെ ഇതിനെ വെച്ചിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ 26-ാം തീയതി നിങ്ങൾ ഡേറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ഓൾറെഡി 5-ാം തീയതി ആയി, ഇപ്പോഴും ഒരു വിവരമില്ല. ഞാൻ നമ്മുടെ ഒരു മെയിലും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. മെയിൽ അയച്ചാൽ മതിയായി, അത്ര അധികം മെയിൽ അയച്ചിട്ടുണ്ട് ഇപ്പോൾ. അതുപോലെ കോൾസ് അവന്മാർ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു കാര്യമില്ല, അതൊരു കാര്യം. ഇതാണ് അവരുടെ മെയിൽ. ഇതാണ് ലേറ്റസ്റ്റ് വന്ന മെയിലാണത്. ഇതിൽ തന്നെ നിങ്ങൾക്ക് ടിക്കറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ കണ്ടായിരിക്കും. ഐ അപ്രിഷിയേറ്റ് യുവർ പേഷ്യൻസ് ആൻഡ് വാല്യുബിൾ ടൈം ആസ് പെർ അവർ പ്രീവിയസ് ഇൻട്രാക്ഷൻ കൈൻഡ്ലി അലൗ സം മോർ ടൈം. ഇത് തന്നെ അവർ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ലേറ്റസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ കണ്ടായിരിക്കും ഓൾറെഡി 5:55. ഇപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന ടൈമിൽ എടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഓൾറെഡി മോള് നോക്കി കഴിഞ്ഞാൽ 11 നമ്പേഴ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര അധികം വന്നേക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തെയാണിത്. ഇത് എന്നാ വെച്ചിരിക്കുന്നത് 26-ാം തീയതി മാർച്ച് കണ്ടു. ആസ് പെർ അവർ ടെലികോം കൺഫെഷൻ ഇഷ്യൂ ഹാസ് ബീൻ റിസോൾവ്. ഇത് എന്താ വെച്ചാൽ നമ്മൾ റിട്ടേൺ റിക്വസ്റ്റ് എങ്ങനെ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ. നമ്മൾ വീഡിയോ പറഞ്ഞില്ലേ, ഇഷ്യൂ ഹാസ് ബീൻ റിസോൾവ്, റിട്ടേൺ റിക്വസ്റ്റ് ഓൾറെഡി റേസ്ഡ്, വി വുഡ് ലൈക്ക് ടു ഇൻഫോം യു ദാറ്റ് ദ റിട്ടേൺ പിക്കപ്പ് വിൽ ബി ഡൺ വിത്തിൻ 7 days. അതൊക്കെ അവിടെ വരെയൊക്കെ ഓക്കെ ആയിരുന്നു. പിക്കപ്പ് അടുത്ത ദിവസം തന്നെ എടുത്തുകൊണ്ടായി, അത് കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല. അതിനുശേഷം ഞാൻ എന്തിനും പിന്നെ മെസ്സേജ് അയച്ചു. റീഫണ്ട് ഇനീഷ്യേറ്റഡ് മെസ്സേജ് ഒന്നും വന്നിട്ടില്ല. 3 ദിവസമായി സംഭവം തുടങ്ങിയിട്ട്. 6 days അകം ആണ് കേട്ടോ. അങ്ങനെ ഒരു മെസ്സേജ് അയച്ചു. അപ്പോൾ അതിനവർ റിപ്ലൈ എന്താ പറയുക, ഇത് ഓട്ടോമാറ്റിക് റിപ്ലൈ ആണ്. നമ്മുടെ കംപ്ലയിൻറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരു മെസ്സേജ് ഓട്ടോമാറ്റിക് വന്നു. അത് കഴിഞ്ഞ് അവരുടെ ഒറിജിനൽ സാധനം വന്നു. അപ്പോൾ വിത്ത് റെഫറൻസ് ടു യുവർ മെയിൽ വി റിഗ്രറ്റ് ദ ഇൻകൺവീനിയൻസ് കോസ്റ്റ് യു. ഇതൊക്കെ ഓൾമോസ്റ്റ് അവർ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മെസ്സേജുകളാണ് കേട്ടോ. എല്ലാം അവർ അയക്കുന്നത് ഇങ്ങനത്തെ മെസ്സേജുകളാണ്. എന്ന് വെച്ചാൽ ഡയറക്റ്റ് നോക്കിയ സംഭവം ക്ലിയർ ആയിട്ട് സൊല്യൂഷൻ പറഞ്ഞിട്ടൊന്നും ഒരു കസ്റ്റമർ കെയർ അയക്കുന്നില്ല ഇവരുടെ. അത്രയ്ക്കും ബോർ കസ്റ്റമർ കെയർ ആണ്. ഫുള്ളി ഓട്ടോമാറ്റഡ് ഓൾറെഡി പ്രിൻറ്റ് ചെയ്ത മെസ്സേജാണ് അവർ അയക്കുന്നുണ്ട്. വി ഹാവ് റേസ്ഡ് യുവർ കംപ്ലയിൻറ്റ് ആൻഡ് യുവർ കംപ്ലയിൻറ്റ് നമ്പർ ഈസ് സമോസിറ്റ് വി വിൽ ഗെറ്റ് ബാക്ക് ടു യു വിത്തിൻ ദ റിസൊല്യൂഷൻ ഓൺ പ്രയോറിറ്റി. യു ക്യാൻ ഓൾസോ റേസ് ദ കംപ്ലയിൻറ്റ് എന്നിട്ട് എന്തെങ്ങനെ കൊടുത്തേക്കുന്നു.
അത് കഴിഞ്ഞാൽ പിന്നെയും ഒരു 5 ദിവസം അടുത്ത ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം ഞാൻ ഒന്നുകൂടി അടുത്ത് അയച്ചു റേസിംഗ് കംപ്ലയിൻറ്റ് ത്രൂ ദ ആപ്പ് ഇറ്റ് ഈസ് നോട്ട്. അവൻ്റെ ആപ്പിൽ കൂടെ നമുക്ക് കംപ്ലയിൻറ്റ് അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ ആ ഒരു ജിയോ മാർട്ടിൻ്റെ ആപ്പിലുണ്ട് കേട്ടോ. പക്ഷേ ആ സാധനം വർക്ക് ചെയ്യില്ല. അവരുടെ ആപ്പ് ഒന്നാമത് ബീറ്റ സ്റ്റേജിലാണ്, ഇത്ര കാലമായിട്ട് ബീറ്റ സ്റ്റേജിലാണ്. അത് വർക്ക് ചെയ്യൂല, അത് മെയിനായിട്ടും മര്യാദയ്ക്ക് വർക്ക് ചെയ്യൂല. നമ്മൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വർക്ക് ചെയ്യും, കംപ്ലയിൻറ്റ് സെക്ഷൻ മാത്രം വർക്ക് ചെയ്യില്ല. അതെനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അടുത്ത മെസ്സേജ് വന്നു, അലോ സം ടൈം സെയിം ഉണ്ട്, പ്ലീസ് അലോ സം ടൈം ആസ് യു ആർ വർക്കിംഗ് ടു എൻഷുർ എ സാറ്റിസ്ഫാക്ടറി റെസൊല്യൂഷൻ. ഇത് തന്നെയാണ് ഒരു 5 ദിവസം മുമ്പേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, 6 ദിവസം മുമ്പേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു 4 ദിവസം മുമ്പ് അയച്ചു പിക്കപ്പ് റിസീറ്റിൻ്റെ ഒരു കോപ്പി. ഞാൻ പറഞ്ഞല്ലോ ഡെലിവറിയുടെ പിക്കപ്പ് മെസ്സേജ്, പിക്കപ്പിൻ്റെ സമയത്ത് എനിക്ക് തന്ന റിസിപ്റ്റാണത്, പിക്കപ്പ് റിസിപ്റ്റ്. അപ്പോൾ ഞാൻ ചോദിച്ച് വാങ്ങിച്ചിട്ട് തന്നതാണ്. എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു, ഇവരായതുകൊണ്ട് തന്നെ കുറച്ച് ഡൗട്ടിനായതുകൊണ്ട് പ്രത്യേകിച്ച് ചോദിച്ച് വാങ്ങിച്ചാണ്. പക്ഷേ ആമസോണിലൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെ ഇവരെ റിട്ടേൺ പിക്കപ്പിൻ്റെ സമയത്ത് അതിൻ്റെ റിസിപ്റ്റും കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല. പിന്നെ ഞാൻ അപ്പോൾ അടുത്ത മെസ്സേജ് അയച്ചപ്പോൾ അതിൻ്റെ ടിക്കറ്റ് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം, ടിക്കറ്റ് നമ്പറാണ് ഇത്, അതേ സെയിം മെസ്സേജ് ഉണ്ട്. വി അപ്രീഷിയേറ്റ് യുവർ പേഴ്സൺ ആൻഡ് വാല്യുബിൾ ടൈം ടു സെർവ് യു ബെറ്റർ, അവർ ടീം ഈസ് വർക്കിംഗ് റെൻഡ്ലെസ്ലി. ഈ സംഭവം തന്നെയാണ് സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർ ഒരു ആളും ഒരു നോക്കണ പോലും ഇല്ല, ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന മെസ്സേജ് സെൻഡ് ചെയ്യാണ് തിരിച്ച്. അവർ ഓൾറെഡി ടൈപ്പ് ചെയ്ത മെസ്സേജ്. അത്രയ്ക്കും തല്ലിപ്പൊളി കസ്റ്റമർക്കാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെയും ഇന്നലെ അയച്ചുകൊണ്ട് യെസ്റ്റർഡേ റീഫണ്ട് എവിടെയാണ്. അപ്പോൾ അതിനും ഒരു ഓട്ടോമാറ്റിക് റീഫണ്ട് വന്നു മെസ്സേജ് ആണെന്ന് അറിയൂ. ഡിയർ കസ്റ്റമർ നമസ്തേ, വി കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ഇഫ് ദിസ് ഹാപ്പൻ ടു അസ് വി വുഡ് ബി റിയലി അപ്സെറ്റ് ടു. കഴിഞ്ഞ മെസ്സേജ് ഇത്രേ ഉള്ളൂ സംഭവം. എന്തൊക്കെയോ കോത്താടത്തെ കസ്റ്റമർ കെയർ ആണോ. പിന്നെ ഞാൻ അത്യാവശ്യം എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ട് ഒന്നും കൂടി അയച്ചു വിട്ടു. നമ്മളിത് സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്യാൻ പോകണം. ഇങ്ങനെ ഒരു പത്തറ്റിക് സർവീസ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ കാശിന് വിലയില്ല, അവരുടെ സംഭവത്തിന് മാത്രമാണ് വിലയുള്ളൂ. എന്ത് പരിപാടിയാണ്? അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ മെസ്സേജ് അയച്ചു. അപ്പോൾ അതിന് വന്ന മെസ്സേജാണ് ഞാൻ ആദ്യം കാണിച്ചത്. ഇന്ന് വന്ന മെസ്സേജാണ് 5:54 അതേ മെസ്സേജ്, ആസ് പെർ അവർ പ്രീവിയസ് ഇൻട്രാക്ഷൻ. ഒന്നാമത് ഇവർ ഇന്ന് എൻ്റെ കോൾ വിളിച്ചിട്ടില്ല, കോൾ വിളിച്ചേക്കുന്നത് ഞാൻ എടുത്തിട്ടില്ല എന്ന് വെച്ചാൽ അത് കണ്ടിനാന്നില്ല, കട്ടായിപ്പോയി. എന്നിട്ട് അവർ പറഞ്ഞേക്കുന്നത് ആസ് പെർ അവർ പ്രീവിയസ് ഇൻട്രാക്ഷൻ കൈൻഡ്ലി അലോ സം മോർ ടൈം. ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ കാശ് കിട്ടുമോ അറിയില്ല. ഞാൻ എന്തായാലും ഇത് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്തായാലും കൺസ്യൂമർ കോർട്ടിലേക്ക് പോകുന്നത് ശരിയാവില്ല. ഞാൻ എന്താ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് ഷെയർ ചെയ്യാൻ കാരണം. അപ്പോൾ നിങ്ങൾ ഇലക്ട്രോണിക്സ് പ്രോഡക്ട്സ് കാര്യങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ജിയോ മാർട്ടിൽ റിലയൻസിലേക്ക് ഞാൻ വാങ്ങിക്കണമെന്ന് പറയുള്ളൂ. എന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ റിട്ടേൺ ആവും, പിക്കപ്പ് ചെയ്തുകൊണ്ട് പോകും, പക്ഷേ കാശ് കിട്ടില്ല. അതാണ് കുഴപ്പം. വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാശ് കിട്ടില്ല, അത്രേ ഉള്ളൂ. പിക്കപ്പൊക്കെ ആയിക്കോളും, വേറെ കുഴപ്പമൊന്നുമില്ല. ടാറ്റ ക്ലിക്കിൻ്റെ അവനെ പിക്കപ്പേ ആവുമായിരില്ല, അങ്ങനെ ഒരു കുഴപ്പമായിരുന്നു. ഇത് അതിനെക്കാട്ടും കുറച്ച് ഇമ്പ്രൂവ്ഡാ, പക്ഷേ കാശ് വരില്ല എന്ന് മാത്രമേ ഉള്ളൂ. മറ്റേത് അറ്റ്ലീസ്റ്റ് പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലെങ്കിലും ഇരിക്കും, ഇത് അതുമില്ല. അപ്പോൾ ഇതൊന്നും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്, വേറെ ഒന്നുമല്ല. അപ്പോൾ ഒരു വാണിംഗ് പോലെ നിങ്ങൾ ഇതിൽ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ അതിലിപ്പോൾ നമുക്ക് ജിയോ ക്യാഷ് ബാക്ക് ഓഫർ, മഹാ ഓഫർ എന്നൊക്കെ പറഞ്ഞൊരു കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡിസ്കൗണ്ട്സ് കാര്യം കിട്ടുന്നുണ്ട്. ഞാൻ തന്നെ അത് വാങ്ങിക്കാൻ കാരണം അതുകൊണ്ടാണ്. നമുക്കൊരു 300 രൂപ 400 രൂപ ഡിസ്കൗണ്ട് അതിൽ കിട്ടി. എന്താ വെച്ചാൽ നമുക്ക് ആമസോണിൽ 1999 പ്രൊഡക്റ്റ് നമുക്ക് ഇതിന്ന് 1600 റേഞ്ചിന് കിട്ടി. അതുകൊണ്ടാണ് നമ്മൾ ഈ സാധനം വാങ്ങിച്ചത്. പക്ഷേ അത് പോയി കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളൊന്നും ഷെയർ ചെയ്യണമെന്നും അതിനൊന്നും മറക്കണ്ടെന്ന് വെച്ചാൽ ഇവരൊരു രക്ഷ തന്നെ. ഇവരുടെ കസ്റ്റമർക്കാർ ഇത്ര പത്തറ്റിക്കാൻ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിലേക്ക് നമുക്ക് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് നമുക്ക് മെസ്സേജ് ചെയ്യാം. നമ്മൾ അതിൽ ആക്റ്റീവ് ആണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.